വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ UGC NTA അറബിക് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട സിലബസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെഷനിലായിട്ട് നമ്മൾ യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 7 വരെയുള്ള ഭാഗങ്ങൾ പൂർത്തീകരിച്ചു. ഇനി നമുക്ക് യൂണിറ്റ് 7 കവിതയിൽ തന്നെ വരുന്ന ഫദ്വ തൗഖാൻ അതേപോലെ മെഹ്മൂദ് ദർവേഷ്, ഈ രണ്ടുപേരെയാണ് ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുള്ളത്. രണ്ടുപേരും ഫലസ്തീനിൽ നിന്നുള്ള ആളുകൾ കൂടിയാണ്. ഫദ്വ തൗഖാൻ അവർ 1917 to 2003 എന്ന് പറയുന്നതാണ് അവരുടെ ജീവിത കാലം. ഫദ്വ തൗഖാൻ ജനിക്കുന്നത് നാബൽസ് എന്ന് പറയുന്ന പട്ടണത്തിലാണ്. തലഖത്ത് തഅലീമഹ ഹത്തൽ മർഹല ലിബ്തിദായിയ, പ്രാഥമിക ഒരു ഘട്ടം അതുവരെയാണ് അവരുടെ പഠനം ഉണ്ടായിട്ടുള്ളത്. സുമ്മ ദറസത്ത് അല യദി അഖിഹ ഷായർ ഫിലസ്തീൻ അൽ കബീർ ഇബ്രാഹിം തൗഖാൻ, സഹോദരൻ കൂടിയായിട്ടുള്ള പ്രമുഖ ഫലസ്തീൻ കവി ഇബ്രാഹിം തൗഖാൻ അവരുടെ അടുത്താണ് അത് പഠിച്ചിട്ടുള്ളത്. അസ്മഹ ഉമ്മു തമ്മാം, അബൂ തമാം ഒക്കെ പോലെ ഉമ്മു തമാം എന്ന് ആര് പേര് വെച്ചു? സഹോദരൻ ഇബ്രാഹിം പേര് നൽകി. അസ്മഹ മെഹ്മൂദ് ദർവേഷ് ലാഹിഖൻ, പിന്നീട് ഫലസ്തീനിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കവി ദർവേഷ് അവർക്ക് പേര് നൽകിയത് ഉമ്മു ഷെയ്ൽ ഫലസ്തീനി, ഫലസ്തീനി കവിതയുടെ മാതാവ് എന്നുള്ളതാണ്. അത്രയും വളരെ പ്രധാനപ്പെട്ടവരാണ് കവിതയിൽ. ഖസായിദുഹൽ ഊല ബിസ്മി ദനാനിയർ, ആദ്യത്തെ ഖസീദകളൊക്കെ വരുന്നത് ദനാനിയർ എന്ന് പറയുന്ന പേരിലായിരുന്നു. വഹു ഇസ്മു ജാരി, അതൊരു അടിമസ്ത്രീയുടെ പേരാ. അഹബ്ബു അസ്മാഇഹ അൽ മുസ്താറ ഇലാ ഖൽബിഹ, അവർക്ക് ഹൃദയത്തോട് ഏറ്റവും അവർ ചേർത്തു വെച്ച നാമം എന്ന് പറയുന്നത് അൽ മുതവ്വിഖ എന്നുള്ളതാണ്. ഇപ്പോൾ പല പേരിലാണ്, അന്ന് സ്ത്രീകളുടെ പേരിൽ കവിത എഴുതാനുള്ള ചില പ്രയാസങ്ങൾ കൊണ്ടൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. ഉമ്മു തമ്മാം അതേപോലെ ദനാനിയർ, മുതവ്വിഖ ഇങ്ങനെയൊക്കെയുള്ള പേര് സ്വീകരിച്ചിരുന്നു അവർ. ഇനി ഇല ലണ്ടൻ ഫി ബിദായ അസിത്തീന മിനൽ ഖർനിൽ മാദി, കഴിഞ്ഞ നൂറ്റാണ്ടിൽ അഥവാ 20ാം നൂറ്റാണ്ടിൽ അവർ അതിൻ്റെ 60കളുടെ തുടക്കത്തിൽ ലണ്ടനിലേക്ക് യാത്ര പോയി. വാഖാമത്ത് ഹുനാക സനത്തൈനി, അവിടെ 2 വർഷക്കാലം താമസിച്ചു. അബ്ദുൽ ഹക്കീം അൽ വായിലി എന്ന് പറയുന്നവർ പറയുന്നു, കാനത്ത് ഖളിയത്തു ഫിലസ്തീൻ തുസ്ബിഗു ശിഅറഹ ബിലൗനിൻ അഹ്മർ, അവരുടെ ഫദ്വി തൗഖാൻ്റെ കവിതകൾക്ക് ചെഞ്ചായ നിറം നൽകിയിട്ടുണ്ട് ഫലസ്തീനി ഇഷ്യൂസ്. അപ്പോൾ ഫലസ്തീൻ വിഷയങ്ങൾ വളരെ കൂടുതലായിട്ട് കവിതകളിൽ പ്രകടിപ്പിച്ച ആൾ കൂടിയാണ് ഫദ്വി തൗഖാൻ. ജായിസ സൈത്തൂനിയ അൽ ഫിളിയ സഖാഫിയ ലിഹൗദിൽ ബഹർ അൽ അബിയ അൽ മുതവസ്സിത്ത് 1978 അവർക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരമാണ്. ജായിസത്ത് സുൽത്താനുൽ ലവൈസ് 1989, നേരെ മുമ്പ് ഒരു സെഷനിൽ നമ്മൾ ബർദൂനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട്? സുൽത്താനുൽ ലവൈസ് പുരസ്കാരം കിട്ടിയിട്ടുണ്ട് 1993 മറ്റോ ആയിട്ട്. ഇവർക്ക് 1989 സുൽത്താൻ അൽ ലവൈസ് പുരസ്കാരം ലഭ്യമായിട്ടുള്ളത്. ഇനി അവരുടെ ഖബറിൽ എഴുതി വെക്കപ്പെട്ട കസീദയാണ് കഫാനി യമൂതു അലൈഹ വഉദ്ഫനു ഫീഹ വതഹത സുറാഹ അദൂബു വഅഫന വഉബഅതു അശ്ബൻ അലാ അർളിഹ, ഈ ഫലസ്തീൻ മണ്ണിൽ മരിക്കുകയും അവിടെ മറമാടപ്പെടുകയും ചെയ്യണം, ആ മണ്ണിനു കീഴിൽ ഞാൻ ഉരുകി അങ്ങില്ലാതെയാവണം, അവിടെ വെച്ച് തന്നെ ഞാൻ എന്ത് ചെയ്യണം? പുനർജീവിക്കപ്പെടുകയും വേണം എന്ന ആശയത്തിലുള്ള ഖസീദ അവരുടെ ഖബറിന് പുറത്ത് എഴുതപ്പെട്ടിട്ടുണ്ട്. അവരുടെ വർക്കുകൾ ഏതാ? വഹദി മഅൽ അയ്യാം, ആദ്യത്തെ ദീവാനാണ് വഹദി മഅൽ അയ്യാം. പിന്നെ വജത്തുഹ അയത്തിനാഹുബ അമാമൽ ബാബിൽ മുഗ്ലഖ് അല്ലൈലു വൽ ഫുർസാൻ അലാ ഖിമ്മത്തി ദുനിയ വഹീദ തമ്മൂസ് വശൈഉൽ ആഖിർ, ഇത് അവരുടെ ഖസീദകളാണ്. ഇനി അവരുടെ പ്രോസ് ടൈപ്പ് രചനകൾ, അഖി ഇബ്രാഹിം, സഹോദരൻ ഇബ്രാഹിമിനെ കുറിച്ച് 1946 ഫദ്വി തൗഖാൻ കൃതി എഴുതുന്നുണ്ട്. മറ്റൊന്ന് അവിടെ 2 ആത്മകഥയാണ്. ആത്മകഥയുടെ 2 ഭാഗങ്ങളാണ്. ആദ്യത്തേത് റിഹില ജബലിയ റിഹില സഅബ, പ്രയാസം നിറഞ്ഞ യാത്ര, അതാണ് ഫസ്റ്റ് പാർട്ട് 1985. പിന്നെ പ്രയാസം കൂടുകയാണ്, റിഹില അൽ അസ്അബ്, വലിയ പ്രയാസം നിറഞ്ഞ യാത്ര 1993. ഇത് രണ്ടും അവരുടെ സീറാദാത്തിയാണ്. ഇത് ഫസ്റ്റ് പാർട്ടാണ്, ഇത് സെക്കൻഡാണ്. 1985-93 പ്രയാസം, കഠിന പ്രയാസം, അതാണ് രണ്ടാമത്തെ വോള്യം അല്ലെങ്കിൽ ഭാഗം എന്ന് പറയുന്നത്. ഇനി മെഹ്മൂദ് ദർവേഷ് 1941 മുതൽ 2008 വരെ ജീവിച്ചിട്ടുള്ള വളരെ പ്രമുഖനായ, ലോകതലത്തിൽ തന്നെയും ശ്രദ്ധിക്കപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ചില കവിതകളൊക്കെ ലോകത്ത് വളരെ വലിയ ആവേശവും വിപ്ലവവും നൽകുന്ന കവിതകളാണ്. ആ കവിയാണ് മെഹ്മൂദ് ദർവേഷ്. അദ്ദേഹം ബറവയിലാണ് ജനിക്കുന്നത്, ഫലസ്തീനിൽ. അത് അക്ക എന്ന് പറയുന്ന തീരത്തോട് ചേർന്നിട്ടുള്ള ഒരു പ്രദേശമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സലീം ദർവേഷ് അമില ബിൽ ഫലാഹ, കൃഷിയിടത്തിലും മറ്റൊക്കെ ആയിട്ട് ജോലി ചെയ്തവരായിരുന്നു. ഉമ്മുഹു ലാ താരിഫുൽ ഖിറാഅ വലൽ കിതാബ, എഴുത്തോ വായനയോ അറിയാത്തവരായിരുന്നു മാതാവ്.
الابن الثاني في عائلته التي تتكون من 8 أبناء. 8 മക്കളടങ്ങിയിട്ടുള്ള കുടുംബത്തിലെ രണ്ടാമത്തെ മകനെയാണ്. അതിൽ ഹംസത്തും മിൻഹും ഔലാദ് വൽ ബഖിയത്തു ബനാത്ത്. 8 മക്കളിൽ 5 പേര് ആൺകുട്ടികളും 3 പെൺകുട്ടികളുമായിരുന്നു. ഖറജത്തുൽ ഉസ്റ 1948 കുടുംബം എങ്ങോട്ട് പോയി? 48 ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഫലസ്തീനികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് 48 ലബനാനിലേക്ക് പുറപ്പെട്ടു. ലബനാനിൽ നിന്ന് തൊട്ടടുത്ത വർഷം 49 തന്നെ മടങ്ങി വരികയും ചെയ്തു. അത്തമ്മ തലീമ ലിബ്തിദായിയ ഫി ഖറിയ ദേർ അൽ അസദ് ബിൽ ജലീൽ. ജലീലിലെ ദേർ അൽ അസദ് എന്ന് പറയുന്ന പ്രദേശത്താണ് പ്രാഥമിക വിദ്യാഭ്യാസവും മറ്റൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ളത്. തൈലിമു സാനവിയ ഫിൽ ഫി മദ്രസത്തി ബനി സാനവിയ ഫി കഫർ യാസിഫിലെ മദ്രസത്തു ബനി സാനവിയയിലാണ് സെക്കൻഡറി പഠനം നടത്തിയിട്ടുള്ളത്. ബാദഹു അതിനുശേഷം ഇൻതസബ് ഇലൽ ഹിസ്ബി ഷിയയിൽ ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കാര്യമുണ്ടായിരുന്നു, മഹ്മൂദ് ദർവേഷ് ഉണ്ടായിരുന്നു. അമില ഫി സഹാഫത്തിൽ ഹിസ്ബ് പത്രത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഏതുപോലെ ഈ പാർട്ടികൾക്കൊക്കെ ഉള്ള പത്രങ്ങളൊക്കെ ഉണ്ടാവല്ലോ, ഇത്തിഹാദ്, ജദീദ്. അതേപോലെ ഇഷ്തർക ഫി തഹരീരി ജരീദ അൽ ഫജർ എന്ന് പറയുന്ന പത്രത്തിൻ്റെ പത്രാധിപ സ്ഥാനം അതിൽ അദ്ദേഹം പങ്കുചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനി മഹ്മൂദ് ദർവേഷ് വളരെ കൂടുതലായിട്ട് ഫലസ്തീനി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും അത് നിർഭയം പറയുകയും ചെയ്താലാണ്. ലൗക്തുബ് അൻ അറബ് എന്നൊക്കെ, സജ്ജിൽ അൻ അറബ്, റെക്കോർഡ് ആമൻ അറബ് എന്നൊക്കെ പറയുന്ന കവിത ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ബിത്താഖാഹുവിയ എന്ന് പറയുന്ന കസീദ. അദ്ദേഹം തടവിലാക്കപ്പെട്ടു. മിൻ ഖബലി സുൽത്താത്ത് അൽ ഇസ്രായേലി ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇദ്ദേഹം തടവിലാക്കപ്പെട്ടു. മിറാറൻ ഒരുപാട് തവണ. 1961 മുതൽ പല തവണയായിട്ട് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബി തുഹമിൻ തതഅല്ലഖു ബിതസ്രിഹാത്തിഹി വനശാത്തിഹി അസിയാസി. 1972 വരെയുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, നിലപാടുകൾ, ഇതുമായി ബന്ധപ്പെട്ട ചില ധാരണകളുടെ പുറത്ത് ഇദ്ദേഹത്തെ ഇങ്ങനെ വിട്ടാൽ പറ്റൂല, അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അറസ്റ്റ് ചെയ്തു. 1970 അദ്ദേഹം സോവിയറ്റ് യൂണിയനിലേക്ക് പഠനത്തിന് വേണ്ടി പുറപ്പെട്ടു. ജരീദത്തുൽ അഹ്റാം, കെയ്റോയിലെ ജരീദത്തുൽ അഹ്റാമിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. 1973 മുതൽ 82 വരെ അദ്ദേഹം ലബനാനിലെ ബൈറൂത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹം എഡിറ്ററായിട്ട് ബൈറൂത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മജല്ലത്തു ഷുഊൻ അൽ ഫിലസ്തീനിയ എന്ന് പറയുന്ന മജല്ലയിൽ 1982 വരെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇദ്ദേഹം മജലാർ കൽ കർമൽ, ഇത് അദ്ദേഹത്തിന് മുമ്പ് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. 1981 ബൈറൂത്തിൽ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള മജല്ലയാണ് മജല്ല അൽ കർമൽ അസ്സഖാഫിയ എന്ന് പറയുന്നത്. അദ്ദേഹം എവിടെ വെച്ചാണ് മരണപ്പെടുന്നത്? അമേരിക്കയുടെ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മരണപ്പെട്ടു. അദ്ദേഹത്തെ റാമല്ല എന്ന് പറയുന്ന ഫലസ്തീനിലെ നഗരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, ലോട്ടസ് അവാർഡ് 1969 കിട്ടി. ലൗഹ ഉറബാലിഷ്യർ കവിതയ്ക്ക് വേണ്ടിയിട്ടുള്ള യൂറോപ്യൻ മെഡൽ കിട്ടിയിട്ടുണ്ട്. ജൈസത്ത് ഇബ്നു സീന ഫിലിത്യാദി സോവിയറ്റ് യൂണിയനിൽ അദ്ദേഹത്തിന് ഇബ്നു സീന അവാർഡ് കിട്ടി. ജൈസത്തുൽ ഉവൈസ് അസ്സഖാഫിയ മശാരി സൂരി അദൂനീസിൻ്റെ കൂടെ 2004 ജൈസത്തുൽ ഉവൈസ് അസ്സഖാഫിയ ഈ അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ദീവാനുകൾ ഏതൊക്കെയാണ്? ദീവാനുശ്ശേരി അസാഫിർ ബില അജ്നിഹ 1960 ഔറാഖു സൈത്തൂൻ 64 ആഷിഖ് മിൻ ഫിലസ്തീൻ 1966 ആഖിറുൽ ലൈൽ 1967 യൗമിയാത്ത് ജുർഹി ഫിലസ്തീനിയിൻ, അതേപോലെ അൽ അസാഫീർ, ഇങ്ങനെയുള്ള ഒരുപാട് ദീവാനുകൾ, പലതും നേരിട്ട് തന്നെ ഫലസ്തീനി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഖസീദകളും ദീവാനുകളൊക്കെയാണ്. ഇങ്ങനെ വളരെ കൂടുതലായിട്ട് കവിതകൾ കൊണ്ട് ഫലസ്തീനി ജനതയ്ക്ക് ആവേശവും ആ പോരാട്ട വീര്യം കൂടി ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു കവി കൂടിയാണ് മഹ്മൂദ് ദർവേഷ്. താങ്ക് യു.